വളരെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഇത് പരസ്പരം പഴിചാരാനുള്ള സമയമല്ല എന്നുകൂടി കോടതി വിശദമാക്കിയിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ സംഭവം ഉണ്ടായതു മുതൽ അവസാനം നമ്മൾ ഒരു മനുഷ്യന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുമ്പോഴും റെയിൽവേയും കോർപ്പറേഷൻ പരസ്പരം പഴിചാരുന്നൊക്കെ കണ്ടാണ്. അപ്പം അതിൽ വരെ കോടതിയുടെ ശ്രദ്ധ വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതിയുടെ തീരുമാനം? ദിവിഷ്, ആമയിഴഞ്ചൻ തോട്ടിൽ ഉണ്ടായ ദാരുണ സംഭവത്തിൽ ഹൈക്കോടതി നടുക്കം രേഖപ്പെടുത്തുകയാണ്. ഇത് പരസ്പരം പഴിചാരാനുള്ള സമയമല്ല എന്ന മുന്നറിയിപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേക്കും ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. മാലിന്യ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണം. ഇതിന് കോടതി ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുകയാണ്. അമിക്കസ് ക്യൂറി ഈ തോടും സംഭവ സ്ഥലമെല്ലാം സന്ദർശിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതിനുശേഷം കൂടുതൽ നടപടികളും കോടതിയുടെ ഭാഗത്തുകൾ ഉണ്ടാകും. എന്തായാലും ജോയിയുടെ മരണത്തിൽ കോടതി അഗാധമായ ഒരു ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് കോർപ്പറേഷൻ അടിയന്തരമായി തടയണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തുള്ള ആ കാനയുടെ ആ ഭാഗത്ത് മാലിന്യ നീക്കം പൂർണ്ണമായും റെയിൽവേയുടെ ചുമതലയിലാണ്. റെയിൽവേ തന്നെ പൂർത്തീകരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് അധികാര തർക്കത്തിന്റെ പേരിൽ ഇത്തരത്തിൽ മോശമായ ഒരു കാര്യം നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് കോടതി പോവുകയാണ്. റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യങ്ങൾ നീക്കണം. കോർപ്പറേഷനും അടിയന്തരമായി മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണം. ഈ മാലിന്യ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം പോരാ, വീണ്ടും അവിടേക്ക് മാലിന്യങ്ങൾ തള്ളി ഇതുപോലെ വൃത്തികേടാക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഒരു മനുഷ്യന് തന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നതെന്നുകൂടി കോടതി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്.